ഞാൻ സംഗീതത്തിന്റെ ഒരു ഫാനാണ് കേട്ടോ. ഞാനും അപ്പൊ സംഗീതനെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം. ഹായ് അരുൺ. ഹായ് അരുൺ, നമസ്കാരം. വണ്ടർഫുൾ ടു നോ അബൌട്ട് ബേബി ഗേൾ. താങ്ക് യു സർ. ഇത് എങ്ങനെ ഒരു മിസ്റ്ററി ആണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു? ശരിക്കും ഇതൊരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി കൈൻഡ് ഓഫ് എ ത്രില്ലറാണ്. ഒരു റെഗുലർ ആയിട്ട് വരുന്ന ഒരു ക്രൈം ത്രില്ലർ അല്ല, ഒരുപാട് ട്വിസ്റ്റുകൾ അങ്ങനെയുള്ള ഒരു ത്രില്ലർ അല്ല. അപ്പോൾ ഒരു ദിവസത്തിൽ നടക്കുന്ന 24 hours നടക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു എല്ലാവരെയും മനസ്സ് നിറയുന്ന സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഇനീഷ്യലി ത്രില്ലർ അടിപ്പിക്കുകയാണെങ്കിലും സിനിമ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കോ ഫാമിലിക്കോ ഒക്കെ മനസ്സ് നിറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം, ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കണം. സോ അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, തിയേറ്ററിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. താങ്ക് യു സർ. ഹലോ, ഹായ്. അതിഥി അല്ലേ? അതിഥിക്ക് ആതിഥേയരാവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സന്തോഷം. പോയാൽ അതിഥിയാണ്. അപ്പൊ അതിഥിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ പറഞ്ഞ പോലെ ബേബികൾ ഇപ്പൊ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാമിലീസ് ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്കറിയാം ഈ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഫാമിലീസ് കാണുന്ന എല്ലാ വീടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ബേബികൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതുപോലെ ബോബി സഞ്ജയ് അവരാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, എന്റെ ഡിയർ ഫ്രണ്ട്സ് ആണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ വർക്ക് എപ്പോഴും. അപ്പോൾ ഇതിൽ അതൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. പിന്നെ പ്രൊഡക്ഷൻ വലിയ എനർജി ഉള്ള പ്രൊഡക്ഷൻ ആണല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മാജിക് ഫ്രെയിംസ്. പിന്നെ സർവമായക്ക് ശേഷം നിവിന്റെ അടുത്ത സനൽ മാത്യു ആണ്. എങ്ങനെയാണ് ആ ക്യാരക്ടറെ പറ്റി കുറച്ചുകൂടെ പറയാ? സനൽ മാത്യു എന്ന് പറഞ്ഞ ഒരു ബേസിക് ആയിട്ട് ഒരു സാധാരണ ഹോസ്പിറ്റലിലെ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ വൈഫ് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ദിവസം പുള്ളിയുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു സംഭവം, അത് പുള്ളിയായിരുന്നു അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ പിന്നാലെ പുള്ളി പോകുന്നത് ഒരു ക്യാരക്ടറാണ്. ഒരു കോമൺ മാൻ ഇൻ ആൻ എക്സ്ട്രാordinary സെനാരിയോ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ക്യാരക്ടർ. സിനിമയിൽ നമ്മുടെ സംഗീതമുണ്ട് അല്ലേ? അതെ അതെ. സംഗീതേ, എങ്ങനെയുണ്ട് ഈ സിനിമയുടെ ഒരു വേറിട്ട ഒരു അനുഭവം? ഞാനും ആക്ച്വലി ഈ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി ആയിരുന്നല്ലോ. എവിടെ നമ്മുടെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ ഇവിടെയും ഇപ്പൊ ഈ സിനിമയും ഫസ്റ്റ് ഷോട്ട് പടത്തില് വരുമ്പോഴേക്കും എന്റെ എത്തുന്ന ഒരു മൊമെന്റ് എത്തുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് സിനിമ വെക്കുന്നത്. അപ്പൊ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, തിയേറ്ററിൽ നിന്നെ കാണിച്ചപ്പോ ചിരിച്ചു എന്ന് പറഞ്ഞു. പാടില്ല ഒരിക്കലും. ഞാൻ അരുൺ ചേട്ടനോട് ചെയ്യുമ്പോഴേ ഞാൻ ചോദിക്കും, ഈ സീനിൽ ആൾക്കാർ ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഒരുപാട് റിവ്യൂസ് കണ്ടു, യു ആർ ദേർ ത്രൂ ഔട്ട് എന്നുള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് അഗൈൻ നേരത്തെ പറഞ്ഞ ഒരു കോമൺ മാൻ ആണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതാണെന്ന് നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് തുടങ്ങി ഒരാളുടെ ലൈഫ് ഒരു ദിവസം കൊണ്ട് അയാൾ ട്രാൻസിഷൻ ആവുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോഴേ ഈ ചിരിയൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും വേറെയും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ തന്നെ സെൽഫ് അനലൈസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ എടുത്തതും. അപ്പൊ ഭയങ്കര ഒരു ട്രൈ ആയിരുന്നു സത്യം പറഞ്ഞാൽ. വിജയിച്ചു. 2023 കേരള സംസ്ഥാന അവാർഡ് ഫോർ ദ ബെസ്റ്റ് എഡിറ്റർ ആർക്കാണ്? ഒരു എഡിറ്റർ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താ? ഒരു ഗുണമില്ല ചേട്ടാ. അല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോ? അഭിനയം തന്നെ പ്രഷർ അടിച്ചാ ചെയ്തോണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിൽ ടെക്നിക്കൽ. അല്ല, നിങ്ങൾ ആക്ഷൻ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ തുടങ്ങി എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? അത് ആദ്യം ഞാൻ അഭിനയത്തിൽ അതിന് മെച്ചോർഡ് ആവുകയും കോൺഫിഡൻസ് വരികയും ചെയ്യുമ്പോൾ മാത്രമേ. അത് സംഗീത് വെറുതെ പറയണം, കാരണം സംഗീതം വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ധാരണയുണ്ട്. നമ്മൾ സംഗീതിന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം സംഗീതിന് എവിടെ സ്കോർ ചെയ്യണം, എവിടെയാണ് മാർക്ക്, എവിടെയായിരിക്കും കട്ട് വരെ, ഏതിനു മുമ്പ് കട്ട് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ കട്ട് ധാരണയുള്ള ഒരു ആക്ടറാണ്. പുള്ളിയുടെ തലയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കും സംഗീതിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നവർ. കാരണം ലാസ്റ്റ് ഏത് വലിയ ആളായാലും പുള്ളി സ്കോർ ചെയ്തിരിക്കും. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷമാണ് ഈ ഒരു സിനിമ. അതെ 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 അതെ. ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, ഹ്യൂമൻ ഇമോഷന് വാല്യൂ കിട്ടുന്ന ഒരു സിനിമയായിട്ടാണ് ഞാനിത് കാണുന്നത്. സോ ഗരുഡൻ കുറച്ചുകൂടി ഒരു മാസ് തിയേറ്ററിക്കൽ മാസ് എക്സ്പീരിയൻസിനുള്ള ഒരു സാധനമാണ്. ഇത് കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ഇമോഷൻ, ആൾക്കാർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന, ആൾക്കാർ കണ്ണ് നിറയുന്ന, ആൾക്കാരെ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് എൻവിഷൻ ചെയ്തിരിക്കുന്നത്.